രക്ഷപ്പെട്ടു അല്ലേ? ഇതിവിടെ പതിവാ. തലയ്ക്ക് അടി കിട്ടി കുറേ എണ്ണ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. മരത്തിന് വളം അല്ല, എന്തോ പറയാനാ. ഈ സ്ഥലം അത്ര നന്നല്ല സാറേ. സാർ സൂക്ഷിക്കണം. ചില ആൾക്കാർ തേനീച്ച മാതിരിയാ. സ്വയം ചത്താലും അവർ കുത്തിക്കൊല്ലാതെ വിടുകയില്ല. അവളാണ് അലീനയെന്ന് സ്നേഹ ഒരിക്കൽ എന്നോട് പറഞ്ഞിരുന്നു. മഹേശ്വർ സപ്തസ്വര മണികൾക്കരികിൽ ഇരിക്കുന്നു. അലീന അവനെ കാണുവാൻ വന്നിരിക്കുന്നു. അതാണല്ലേ ഈ രംഗം? അതെ, ഈ കഥയിലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രംഗങ്ങളിലൊന്നാണിത്. നിങ്ങൾ ക്ഷണിച്ചതുകൊണ്ട് വരാതിരിക്കാൻ സാധിച്ചില്ല. ഇപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾ പറയുന്ന കഥയിൽ എവിടെയോ ഞാനും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. മഹേശ്വർ, എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നത്? ഞാനൊന്ന് കാണാൻ വന്നതല്ലേ. അലീന, നീ എനിക്ക് സ്വന്തമാവുന്നത് വരെ എന്നിൽ എപ്പോഴും ഈ ഭീതി ഉണ്ടാവും. എനിക്ക് ചുറ്റുമുള്ള ഈ കറുത്ത വെളിച്ചം നിന്റെ ശബ്ദത്തിന്റെ പിറകിൽ മറ്റാരുടെയോ കാൽപര്യമാറ്റം എനിക്ക് കാണിച്ചു തരുന്നു. നമ്മളിവിടെ തനിച്ചാണ്. നോക്കൂ, എന്നോടൊപ്പം ഇവിടെ മറ്റാരും വന്നിട്ടില്ല. എന്തേ? എന്റെ കഥ ഞാൻ തന്നെ കാണുന്ന അവസ്ഥ. ഇതൊരിക്കൽ മഹേശ്വർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അലീന, നീ എന്തിനിങ്ങനെ പപ്പ അറിയാതെ എപ്പോഴും ഇവിടേക്ക് വരുന്നു? ഇതുപോലെ പപ്പ അറിയാതെ മഹേശ്വരനെ കാണാൻ എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടോ? ഓ, എത്രയോ തവണ. മഹേശ്വരനെ കാണാൻ കിട്ടുന്ന ഒരു നിമിഷം പോലും ഞാൻ പാഴാക്കാറില്ല. അതൊരു ദേവസാന്നിധ്യമാണ്. എന്നും സംഗീതം, എപ്പോഴും സംഗീതം.